ഫ്രഞ്ച് താരം കരീം ബെൻസെമ സൗദി ക്ലബ് അൽ ഇത്തിഹാദിൽ നിന്ന് പുറത്തേക്ക്. ഇത്തവണ കോച്ച് മാർസെലോ ഗല്ലാർഡയുമായി തെറ്റിയ ബെൻസെമ പരിശീലന ഗ്രൗണ്ട് വിട്ടുപോയി. ഇതോടെ ബെൻസെമയുടെ സൗദി അധ്യായത്തിന് അവസാനമായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. റയൽ മാഡ്രിഡ് വിട്ട് സൗദി ലീഗിലെത്തിയത് മുതൽ ബെൻസെമയുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യം കോച്ച് ന്യൂനോ എസ്പിരിറ്റോ സാന്റോയുമായിട്ടായിരുന്നു ഉടക്ക്. ബെൻസെമ അലസനാണെന്ന കോച്ചിന്റെ പരാമർശമാണ് താരത്തെ ചൊടിപ്പിച്ചത്. ബെൻസെമയുടെ എതിർപ്പിനെ തുടർന്ന് അൽ ഇത്തിഹാദ് കോച്ച് ന്യൂനോയെ പുറത്താക്കി. ഡിസംബറിൽ അവധിക്ക് ശേഷം 2 ആഴ്ച വൈകിയാണ് ബെൻസെമ പരിശീലന ക്യാമ്പിലെത്തിയത്. മൗറീഷ്യസിൽ അവധിക്കാലം ആഘോഷിക്കുകയായിരുന്നു ബെൻസെമ. ഇതോടെ ബെൻസെമ യൂറോപ്യൻ ഫുട്ബോളിലേക്ക് മടങ്ങുകയാണെന്ന വാർത്തകളും പുറത്തുവന്നു. ഒളിമ്പിക് ലിയോൺ, ആഴ്സണൽ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമുകളുമായി ബന്ധപ്പെടുത്തിയായിരുന്നു വാർത്തകൾ. എന്നാൽ ബെൻസെമയുടെ 100 മില്യൺ യൂറോ വാർഷിക ശമ്പളം ക്ലബ്ബുകൾക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. പരിശീലനത്തിന് വൈകിയെത്തിയ ബെൻസെമയോട് കോച്ച് ഗല്ലാർഡോ ഒരാഴ്ച ഒറ്റയ്ക്ക് പരിശീലനം നടത്താനാണ് ആവശ്യപ്പെട്ടത്. ഇതിൽ കലിപ്പിച്ചാണ് ബെൻസെമ പരിശീലന ഗ്രൗണ്ട് വിട്ടുപോയത്. കോച്ചും ബെൻസെമയും 2 തട്ടിലായതോടെ ക്ലബിന്റെ ഭാവിയെ തന്നെ മോശമായി ബാധിക്കുമോ എന്നാണ് ആരാധകരുടെ ആശങ്ക. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.